നമ്മൾ ഒരു വർഷം മുമ്പ് ഇവിടെ ഒരു ഓട മീനച്ചിലാറ്റിലെ പുരാതനമായ ഇടയറ്റ് കടവിലേക്കുള്ള ഇടത്തോണ്ട് മുഴുവൻ മണ്ണിട്ട് നശിപ്പിച്ചുകൊണ്ട് കെട്ടിയെടുക്കുന്നതിൻ്റെ ഒരു ശ്രമം നടത്തിയപ്പോൾ അത് ഇവിടെയുള്ള എറണാകുളത്തുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ CPM ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ രാഷ്ട്രീയ പാർട്ടിക്കാരെല്ലാവരും ഇടപെട്ട് ഈ മണ്ണ് കോരിക്കളഞ്ഞുകൊണ്ട് വൃത്തിയാക്കിയതാണ്. ഇപ്പോൾ വീണ്ടും ഈ കുളികടമെല്ലാം കൂടെ നശിപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരു 2 അടിയോളം ഈ റിട്ടേണിംഗ് വാൾ ഒരു കടവിലോട്ട് ഇറങ്ങാനായിട്ട് എൻ്റെ സ്ഥലത്തു നിന്നാണെങ്കിലും ഒരു 2 അടിയോളം റിട്ടേണിംഗ് വാൾ ഞാൻ കെട്ടിയിട്ട് അവിടുന്ന് 2 അടിയോളം പുറത്ത് ഒരു പില്ലർ നാട്ടി കഴിഞ്ഞ ദിവസം ഞായറാഴ്ചത്തെ ഞാൻ ഫോട്ടോ ഞാൻ നിങ്ങൾക്കെല്ലാം അയച്ചു തന്നതാണ്. ഈ ഫോട്ടോ എടുത്ത് 2 അടിയോളം ഈ നമ്മുടെ സർക്കാർ പുറമ്പോക്ക് കെട്ടിയെടുക്കുന്നതിനുള്ളൊരു നീക്കമാണ് ഈ സ്ഥലമുടമയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ ശക്തമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിൻ്റെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് സന്തോഷമാണ് അന്വേഷിക്കുന്നു. മാന്യമായി പുള്ളിയുടെ സ്ഥലം ഉണ്ടെങ്കിൽ അത് കെട്ടിയെടുത്തോട്ടെ, അതിന് നമുക്കൊരു പരാതിയില്ല. അല്ലാത്ത ഒരു നീക്കത്തിനോ നമ്മൾ അനുവദിക്കുകയില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ മാത്രമല്ല ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാം ഇതിനെതിരാണ്. ഇതിനു മുമ്പും ഇതിന് വലിയ സമരം നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അന്യായമായ എല്ലാ നീക്കങ്ങളും അവസാനിപ്പിക്കണം. അല്ലാത്ത പക്ഷം വലിയ ഒരു ബഹുജന സമരം ഇതിന് എതിരായിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഇത് പരാതിയായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അത് ചാലങ്ങ് തിരിച്ചു. പുറമ്പോക്ക് കയറ്റവും ഇല്ല. നമ്മുടെ കറവടയ്ക്കുന്ന ഭൂമി കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിക്കുന്നുള്ളൂ. അത് തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവർ വന്ന് ഇങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ പറയുന്നുള്ളതായിരുന്നു. എന്നുവെച്ചാൽ പലയിടത്തും ഓട ഇറങ്ങി ബ്ലോക്ക് ആകുന്നുണ്ട്. വേനൽക്കാലത്ത് അടച്ചു വെക്കും, മഴക്കാലത്ത് വെള്ളം വന്ന് പലയിടത്തും റോഡിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത് പലയിടത്തും നമ്മളും കണ്ടിട്ടുണ്ട്. അതായത് കോൺഗ്രസ്സുകാർ ചെയ്തതിന് നമ്മൾ കുറ്റം പറയുന്നില്ല. അതുപോലെ എല്ലായിടത്തും പ്രതികരിച്ചാൽ ഈ വെള്ളക്കെട്ടൊന്നും ഉണ്ടാകുകയില്ല. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഇറങ്ങുന്നില്ല. ഇവിടെ കെട്ടുണ്ട്, ഇതിൻ്റെ അളവുകളുമുണ്ട്. സർവേ കെല്ലിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ എല്ലായിടത്തും 1.5 അടിയോളം തൊണ്ടിൻ്റെ ഭാഗത്ത് നമ്മൾ വിട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അല്ല നമ്മളെ കയ്യേറൊന്നുമില്ല. എല്ലായിടത്തും പണ്ട് ഇന്ന് വില്ലേജുകാരും എല്ലാം വന്നിട്ടുണ്ട്. അവരൊന്ന് അളത്തിട്ടപ്പോഴത്തേക്കും ബാക്കി പണിയുന്നുള്ളതാണ്. അല്ലാതെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാവരെയും സൗഹൃദത്തിൽ പോയ ശീലം ഞങ്ങൾക്ക് പാരമ്പര്യമുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിത് ഇനിയും മുന്നോട്ട് പോകുള്ളൂ. അല്ല തിരക്ക് പിടിച്ച് പണിയത് കയ്യേറി ആകെ ഒരു 1.25 സെൻറ്റിനകത്ത് കയ്യേറി 2 കെട്ടാൻ 2 അടി കിട്ടിയിട്ടൊന്നും ചെയ്യാനില്ല. അതിനാൽ ഇത് പുറമ്പോക്കല്ല, 2 പേരുടെയും കൊട്ടപ്പാതിയാണ്. പുള്ളി വിചാരിച്ച് നമ്മളങ്ങനെ ഇറക്കി കിട്ടുന്നില്ല എന്നുള്ള നേരെ പറഞ്ഞിട്ട് ഇപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ പില്ലറെന്ന് നിങ്ങൾ പിടിച്ചോ. പില്ലർ തോട്ടിന് മറിഞ്ഞു പോയിക്കൊണ്ട് ഇങ്ങനെ ബെൽറ്റ് ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അതുപോലെ ഇട്ട് കണ്ടപ്പോൾ വിചാരിച്ചു അങ്ങോട്ട് ഇറക്കി കെട്ടുന്നുള്ളത്. നേരെ കോണിച്ച് ഷേപ്പിൽ കിടക്കുന്നതുകൊണ്ട് പറ്റാതെ ഫാമിങ്ങനെ കോണിച്ച് നിൽക്കുന്നതുകൊണ്ട്. അല്ലാതെ നമ്മൾ ഒന്നും കയ്യേറുന്നില്ല. അവിടെ പുറമ്പോക്കില്ല, കൊട്ടപ്പാതി തന്നെയുള്ളൂ, അങ്ങോട്ട് ഇറങ്ങുന്നുമില്ല.